റേഞ്ചുള്ള സാധനമാണെങ്കിൽ ആ മാസം വരത്തില്ല. അവരുടെ കഴിഞ്ഞ സീസൺ. അമ്മൂസേ, എന്താ ഇപ്പൊ ജോലി ചെയ്യുന്ന? ഊണ് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇടി അടുക്കളക്കാർ 4 നേരം കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കേ റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ പണി എടുത്തോണ്ടിരിക്കണം. നിങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോയി റെസ്റ്റ് എടുക്കും. നമ്മളിങ്ങനെ പണി ചെയ്ത് ഭരിക്കും. ഞാൻ ചെയ്യണോ? നീ ചെയ്യണോന്നാ? നീ ജോലി ചെയ്യണോന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് പേടിപ്പിക്കണല്ലോ. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മളെ പിങ്കി ഉച്ചയ്ക്ക് വരേണ്ടതല്ലേ? അവളെ ഇതുവരെ കണ്ടില്ല. അവള് 3 മണിയാവുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ അവളെ മറ്റേ കാത്തൂന്റെ കൂടെയല്ലേ വരുന്നത്. രണ്ടും കൂടെ ഐഡി ഉണ്ടാക്കി അത് സോൾവ് ചെയ്ത് വായി നോക്കി വരുമ്പോ സമയം എടുക്കും. രണ്ടിന്റെ സ്വഭാവം ഏകദേശം ഒന്നായോണ്ട് കുഴപ്പമില്ല. വല്ല ബേക്കറിയിൽ നിന്ന് കേറിയിട്ട് എന്തെങ്കിലും കഴിച്ചോണ്ടായിരിക്കും വരുന്നത്. അമ്മ അവക്ക് എന്തെങ്കിലും പൈസ കൊടുത്തായിരുന്നോ? നീ അറിഞ്ഞല്ലേ, അവൾ എന്റെ രാവിലെ അടി ഉണ്ടാക്കി 50 രൂപ വാങ്ങിച്ചോണ്ട് പോയി. ഓഹോ, അപ്പൊ അച്ഛൻ്റെ വാങ്ങിച്ചു കാണും. പിന്നെ ഒരു മുട്ടായി തുണ്ട് പോലും അവള് എനിക്ക് വാങ്ങിച്ചോണ്ട് വരൂല, ദുഷ്ട. അതെ അമ്മ, അമ്മേരിയിൽ ഒരു 100 രൂപ എടുക്കാൻ കാണൂ? ഇല്ലല്ലേ, വേണ്ട. ഞാൻ ചുമ്മാ ചോദിച്ചാണ്. എനിക്ക് മോള് പോവാണേ. ഹലോ ഹലോ ഹലോ, ഇവിടെ ഒരാളെ വെയിറ്റ് ചെയ്തിങ്ങനെ ബോധം വല്ലതും ഉണ്ടോ? ആഹാ, കൂട്ടുകാരായിട്ട് വളവള സംസാരിച്ചോണ്ടിരിക്കാൻ നേരത്തെ കാലത്ത് വീട്ടിലത്ര ബോധമൊന്നുമില്ല. ഇല്ല. എന്തിനാ നേരത്തെ കാലത്ത് നിനക്ക് വീട്ടിൽ എത്തുന്ന മല പറിക്കാൻ നല്ല പണിയുണ്ടോ അവിടെ? ഉണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്. വാ അങ്ങോട്ട് നടക്കുന്നു. ചേച്ചി ബേക്കറി കയറണ്ടേ? ബേക്കറിയില്ല, എനിക്ക് തോന്നി നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നപ്പോഴും ബേക്കറി കയറാനുള്ള കാര്യമായിരിക്കും. ആ, കണ്ണറിയല്ലേ ബേക്കറി കയറണം. അതിന് നമ്മൾ ബേക്കറി കയറുന്നില്ലല്ലോ. ആ, ഞാൻ ആലോചിക്കാം ബേക്കറി കയറണമെന്ന് കേട്ടോ. വാ, അവളൊരു ബേക്കറി. ബ്രേക്ക് ശരിയാക്കി എന്റെ. ഓ, നല്ല പട്ടിക്കുട്ടിയല്ലേ? പട്ടിക്കുട്ടി ആണെന്ന് തോന്നുന്നു. സൈക്കിൾ പിടി. ഞാൻ പിടിച്ചു. കൊള്ളാലേ. നമുക്കൊരു കാര്യം ചെയ്താലോ? പിടി പിടി. കൊണ്ടുപോയാലോ ഇതിനെ? കൊണ്ടുപോവാനാ? വീട്ടുകാരെല്ലാം പ്രശ്നമാണ് ഇവരെങ്കിൽ. നല്ല പട്ടിക്കുട്ടിയടി. എടി ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടി ഇടിക്കത്തില്ലേ? എന്താ വഴി? ഇതെങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും? അതാദ്യം പറ. അതിപ്പോ ഒരു വഴിയുണ്ട്. നീ എന്തോന്ന് വഴി? നീ പിടി. സ്റ്റാൻഡ് പെട്ടെന്ന് പിടി. ഇത് ഇവിടെ വെച്ചോ. നീ പിടിച്ചോ, എടുത്തോ. അയ്യോ, എനിക്ക് പേടി. എന്റെ ബാഗ് ഇട്. മക്കളെ തൽക്കാലം ഇവിടെ നില്ലടാ. ഓടാ, നോക്കിക്കോ നീ. എന്റെ ബുക്ക് നിന്റെ ബാഗിനകത്ത് വെക്കണേ. വയ്ക്ക്. കേറൂല. കിളക്കിക്കോ. പോലെ പോകല്ലേ, ശൂര് പോകല്ലേ. അവിടെ ഇരുന്നു മക്കൾ, അവിടെ ഇരുന്നു. സൈക്കിൾ കണ്ട പിടിച്ചോ, തുറന്ന് പിടിച്ചോ. ദൈവമേ, ഇതൊക്കെ വലിയ അപകടമാണ്. ഒരു അപകടമില്ല എന്റെ കുഞ്ഞ്. ഒരു ശ്വാസം മുട്ടും. ഇല്ല, പോ വണ്ടി ഇട അങ്ങോട്ട് പെട്ടെന്ന്. വളരെ മോശമുള്ളതാ. ചേച്ചി ഇച്ചിരി കടുത്തു പോയേ. എന്തോ മോഷണം പോലെയാണ്. ഇത് മോശനൊന്നും അല്ല. ഇത് നമ്മള് വഴിയിൽ കിടന്ന ഒരു മിണ്ടാപ്രാണിയെ എടുത്തു വെച്ച് നമ്മൾ വളർത്തുന്നു, അത്രേ ഉള്ളൂ. അതെ, ഇത് മറ്റേ വഴി കിടന്ന തെരുവ് പട്ടികളൊന്നും അല്ല. ഇത് ഇച്ചിരി വില കൂടിയ പട്ടിയ. ഇതിങ്ങാണ് നമ്മൾ എടുത്തിങ്ങനെ അറിഞ്ഞാലേ വലിയൊരു പ്രശ്നമാവും. ഇടി, ഒരു പ്രശ്നം ആവത്തില്ല. അതിന് ആരറിയുന്നതൊക്കെ? അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പോവാ പ്ലാൻ? നമുക്ക് വളർത്താനാ? വീട്ടുകാരെന്നെ പ്രശ്നമാവൂലേ? അത് പ്രശ്നമൊന്നും ആവില്ല, അത് ഞാൻ ഡീൽ ചെയ്തോളാം. എന്ത് കഷ്ടമായിട്ട് നീ എന്റെ കോൺഫിഡൻസ് കളയല്ലേ. അപ്പൊ ഇതെടുത്ത് കരഞ്ഞാലാ? അത് കരയത്തൊന്നും ഇല്ല. അത് മിണ്ടായിരി. അപ്പൊ ഇതിന്റെ ബാക്കിയകത്ത് നമുക്ക് പ്ലാസ്റ്റർ ഇട്ടാലാ?
എന്തുകൊണ്ട് കൊച്ചേ പറയണത്? വായിക്കാത്ത പ്ലാസ്റ്റർ ഇടാനാ? എടി കരയാതെ ഞാൻ മാനേജ് ചെയ്തോളൂ. എനിക്ക് സമാധാനമായിട്ട് ചിന്തിക്കാൻ കുറച്ച് സമയം എന്താ, ഞാൻ ചിന്തിച്ചിട്ട് പറയാം ബാക്കി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഞങ്ങൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടേ ഇതിനങ്ങ് പോലീസിലേൽപ്പിക്കാം. പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. ഒന്ന് പോയാണ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ പട്ടികളെ കൊണ്ട് തന്നെ അവർക്കൊരു സൗകര്യം ഇല്ലാതിരിക്കണം. അപ്പോഴാണ് ഈ പട്ടി താനങ്ങള് അങ്കിൾ ഞാൻ പോണേ. രണ്ടുപേരും വന്നാ? എന്താണ് നേരത്തെ വന്ന ഇന്ന്? ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മോളെ, അത് കഴിഞ്ഞപ്പോ പിന്നെ നേരത്തെ വന്നു. എവിടെ പോണടി? എന്താണ് രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ ചെയ്ത് പയ്യെ വരണം? ഓരോ വിശേഷങ്ങൾ സ്കൂളിലത്തെ ഇല്ലേ? അത് പോട്ട് കാർത്തു എന്ത് ധൃതി പിടിച്ചു പോണ്? ഞാൻ പോട്ടെ. കാപ്പിയെ കുടിച്ചിട്ട് ഭാഗത്ത് ചായ കുടിച്ചിട്ട് പോ. ആന്റി ചായ അല്ല, അമ്മ അന്വേഷിക്കും. അയ്യോ ഇല്ല, അമ്മ അന്വേഷിക്കൂല്ലോ മക്കളെ. അത് ഞാൻ അമ്മ ഇപ്പൊ തന്നെ വിളിച്ച് പറയാം. ഇവിടെ ചായ ഒക്കെ കുടിച്ച് പതിയെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ, ഞാൻ പഠിപ്പിക്കാനില്ല. അതെ പയ്യെ പോയാൽ മതി. അതെ അത് ചെല്ലും മോള്. അതെ പതുക്കെ പോവാടി, പതുക്കെ പോവാ. ഒരു മടി പോലെ. അതെന്താന്നറിയോ, ഇവള് പറഞ്ഞു ഇവക്ക് ചെറുതായിട്ട് എന്താ കണ്ണ് വേദനിക്കണം എന്ന് പറഞ്ഞു. മുഖമൊക്കെ നന്നായിട്ട് കഴിയും മോളെ. മുഖം കഴിയാതെ തീരാവുന്ന പ്രശ്നമുള്ളൂ അല്ലേ? അതായിരിക്കും. നല്ല തണുത്ത വെള്ളത്തിലെ മുഖം കഴുകും. ചെല്ല്, കുറച്ച് കഴിഞ്ഞ് പോവാം. അതെ. ആ രണ്ടും എത്തിയല്ലോ. അയ്യോ നീ ഇവിടെ ഉണ്ടായിരുന്നോ ചേച്ചി? ഞാൻ എവിടെ പോവാൻ? എവിടെങ്ങനെ പൊക്കോടായിരുന്നു? ഒന്നുമില്ല. എന്താടി ഒരു കള്ള ലക്ഷണം? കള്ള ലക്ഷണോ? എന്താ കാർത്തു നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? ചേച്ചി ചോദിക്കുന്നതായിട്ടില്ലേ? ചേച്ചി അടുത്തല്ലേ ചോദിച്ചേ? എന്റെ അടുത്താണോ? അതെന്താന്നറിയോ, എനിക്ക് ഭയങ്കര തലവേദന ഇറങ്ങി വന്നപ്പോ ഭയങ്കര തലവേദന. വാ നമുക്ക് അകത്ത് കയറാം. വാ. ഞാൻ പോണു. അന്വേഷിക്കും. ഇല്ല അമ്മ അന്വേഷിക്കത്തില്ല. എന്റെ തലവേദനയൊക്കെ ഒന്ന് സെറ്റ് ആക്കിട്ട് നീ പോയാ മതി. തലവേദന സെറ്റ് ആക്കാൻ പറ്റുമോ? ചേച്ചി എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, തലവേദന ആയതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് ചെല്ല് പോയി കൈയും കാലും മുഖം കഴി ചായ കുടിക്കുക, തലവേദനയൊക്കെ മാറും. അതിന്റെ ബാഗിന്റെ സിബൊക്കെ തുറന്നിരിക്കുന്നു. സിബ് തുറന്നിരിക്കുന്നു. സിബ് ഞാൻ അടച്ചോളാം. അവള് പോട്ട്. മോളാത്തു നിനക്ക് വേറെ ഇവർക്ക് എന്ത് പറ്റി? രണ്ടും കൂടെ കൂടിയാൽ അറിയാമല്ലോ, രസമാണല്ലോ. രണ്ടും കളികളാണ്. അപ്പൊ നീയോ? ഞാൻ അച്ഛന്റെ ചുന്തരി മോളല്ലേ. സോപ്പ് ഇടാൻ. ചെല്ല്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.